ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു റെസിപ്പിയിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അരിപ്പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ 1 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഈ അരി എന്ന് പറയുന്നത് ഉണങ്ങല്ലരിയുടെ അരിയാണ്, അതായത് നെല്ല് ഉണക്കിയിട്ട് കുത്തിയെടുത്തിട്ടുള്ള അരി, അതായത് പുഴുങ്ങിയ നെല്ലിൻ്റെ അരി അല്ല കേട്ടോ. ഇത് കടയിൽ പോയി ചോദിച്ചാൽ പായസത്തിനുള്ള അരി എന്ന് പറഞ്ഞാൽ കിട്ടുന്ന ഈ ഒരു വലിപ്പത്തിലുള്ള അരിയായിരിക്കും. അപ്പോൾ ഈ അരി കൊണ്ടാണ് അരിപ്പായസം തയ്യാറാക്കേണ്ടത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ അരി കൊണ്ട് തയ്യാറാക്കിയ അരിപ്പായസത്തിന്. ചില ആളുകൾ പച്ചരി കൊണ്ടൊക്കെ തയ്യാറാക്കും. അതിനേക്കാളൊക്കെ ടേസ്റ്റ് ഈ ഒരു അരി കൊണ്ട് തയ്യാറാക്കിയ പായസമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അരിയൊക്കെ നല്ല പോലെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അരിയുടെ കൂടെ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ വിസിലടിക്കുന്ന സമയത്ത് ചോറൊക്കെ വിസിലിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് വരും. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വിസിലടിക്കാനായിട്ട് വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ശർക്കര പാനി ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് 6 അച്ച് ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ 6 എണ്ണം നല്ല പാകമാണ് കേട്ടോ നമ്മുടെ പായസത്തിലേക്ക്. ഏറെയും കുറവൊന്നുമില്ല, നല്ല മധുരമുണ്ട്. അല്പം മധുരം കൂടിയിട്ടുള്ള പായസമാണ് കേട്ടോ അരിപ്പായസം. അപ്പോൾ അത് നമ്മൾ ശർക്കരപ്പാനി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങാപ്പാലൊന്ന് തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഞാൻ 2 തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പമുള്ള തേങ്ങയാണ് കേട്ടോ. അപ്പോൾ ഇത് ചെരുവിയതിന് ശേഷം ഇതിൻ്റെ 1-ാം പാലും 2-ാം പാലും നമുക്കൊന്ന് തയ്യാറാക്കിയെടുക്കാം. ഇവിടെ നമ്മുടെ കുക്കറൊക്കെ വിസിലടിച്ച് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വെന്തിട്ടുള്ള നമ്മുടെ അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ 3 വിസിൽ ഫുള്ളിലാണ് കേട്ടോ, ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാൻ അടുപ്പിച്ചിട്ടുള്ളത്. അതിന് ശേഷം പ്രഷറൊക്കെ നല്ല പോലെ പോയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ തുറന്നിട്ടുള്ളത്. അപ്പോൾ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കര പാനി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ശർക്കര പാനിയിലിട്ടിട്ട് നമ്മുടെ ഈ ചോറ് നല്ല പോലെ ഒന്ന് വരട്ടിയെടുക്കണം. കാരണം നമ്മുടെ ചോറിൽ ഇപ്പം മധുരമൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ശർക്കര പാനിയുടെ മധുരമൊക്കെ നല്ല പോലെ ഒന്ന് പിടിച്ചു വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് വരട്ടിയെടുക്കുക. അങ്ങനെ വരട്ടിയെടുക്കുമ്പോഴാണ് നമ്മുടെ പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ശർക്കര പാനിയിലിട്ടിട്ട് വേവിക്കുന്ന സമയത്ത് നമ്മുടെ മധുരമൊക്കെ, ശർക്കരയുടെ മധുരമൊക്കെ നമ്മുടെ വറ്റി നല്ല പോലെ വലിച്ചെടുത്തിട്ട് നല്ല ടേസ്റ്റി ആയിരിക്കും, നല്ല മധുരമായിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 2-ാം പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2-ാം പാൽ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പാലിൽ കിടന്നിട്ട് ഒന്ന് വെന്ത് വരട്ടെ. ഈ തേങ്ങാപ്പാലിൽ ഒന്ന് വേവിച്ചെടുക്കണ്ടോ, അപ്പോഴാണ് നമ്മുടെ പായസത്തിന് നല്ല ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അടിയിൽ പിടിക്കാത്ത രീതിയിൽ വേണം വേവിച്ചെടുക്കാനായിട്ട്. ഞാനിവിടെ അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 4 മിനിറ്റ് സമയം ഞാനിത് തേങ്ങാപ്പാലിൽ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം 1-ാം പാല് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് നമ്മുടെ കട്ടിയുള്ള 1-ാം പാലാണ്. അപ്പോൾ 1-ാം പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തിട്ട് നമ്മൾ തിളപ്പിച്ചെടുക്കുന്നില്ല കേട്ടോ, ഒന്ന് ചൂടാക്കി എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ 2 മിനിറ്റ് ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പായസം നല്ല പോലെ ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതൊന്ന് വറവിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂണ് മിൽമ നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. മിൽമ നെയ്യ് തന്നെ ഉപയോഗിക്കണം, അപ്പോഴാണ് പായസത്തിന് നല്ല ടേസ്റ്റും അതുപോലെ തന്നെയാണ് നല്ല സ്മെല്ലൊക്കെ കിട്ടുക. ഇവിടെ 2 ടേബിൾ സ്പൂൺ നെയ്യ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് തേങ്ങാ കൊത്താണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത്. ഈ തേങ്ങാക്കൊത്ത് നമുക്ക് നല്ല പോലെ ഇതിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. നല്ല ഗോൾഡൻ കളറാവുന്നത് വരെ വേവിച്ചെടുക്കണേ. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ ഇവിടെ നമ്മുടെ തേങ്ങാക്കൊത്ത് നല്ല പോലെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഈ തേങ്ങാക്കൊത്ത് ഒരു സൈഡിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ.
മാറ്റി കൊടുത്തതിന് ശേഷം ഞാനിവിടെ അല്പം മുന്തിരിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഉണക്ക മുന്തിരി. ഇനി കാഷ്യൂനട്ട് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ഇത് രണ്ടും മാത്രം ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമ്മുടെ മുന്തിരി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും മുന്തിരി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ മുന്തിരി കരിഞ്ഞു പോകും. അങ്ങനെ മുന്തിരിയൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ പായസത്തിലേക്കൂടെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മുടെ പായസത്തിൽ ഞാൻ പറഞ്ഞല്ലോ 1 ടേബിൾ സ്പൂണ് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. ആ ക്ലിപ്പ് ഇതിൽ കാണുന്നില്ല. അപ്പോൾ നമ്മുടെ മുന്തിരി നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള അരിപ്പായസം. അപ്പോൾ അരി കിട്ടുന്ന സമയത്ത് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല റെസിപ്പി.